വെൽക്കം ടു മാറ്റ്കം. ഇന്ന് നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് എക്സാമിനേഷൻ കാറ്റഗറി കോർ 471/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 85/2025 ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുനിന്ന് മാത്സ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി മറക്കാതെ കമന്റ് ചെയ്യുക. സോ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. ഒറ്റയാൻ 7, 26, 65, 85, 52, 72, 78. പെട്ടെന്ന് നോക്കുമ്പോൾ 2 ഒറ്റ സംഖ്യകളും 3 ഇരട്ട സംഖ്യകളും ഉണ്ടെന്ന് നോക്കും. ഓപ്ഷൻസിനകത്ത് ഒരു ഒറ്റ സംഖ്യ മാത്രമായതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി പോയിട്ട് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റിനകത്ത് 2 ഓഡ് നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് അത് ഓപ്ഷൻ ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? തന്നിരിക്കുന്ന നമ്പറുകളെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ 26 എന്ന് പറയുന്നത് 13 × 2 ആണ്. 65 എന്ന് പറയുന്നത് 13 × 5 ആണ്. 52 എന്ന് പറയുന്നത് 13 × 4 ആണ്. 78 എന്ന് പറയുന്നത് 13 × 6 ആണ്. 26ഉം 65ഉം 52ഉം 78ഉം 78 എന്ന് പറയുന്നത് 13ന്റെ ഫാക്ടേഴ്സ് ആണ്. അവിടെ 13ന്റെ ഫാക്ടേഴ്സ് അല്ലാതെ വരുന്നതെന്ന് പറയുന്നത് 85 ആണ്. നിങ്ങൾ ഒറ്റസംഖ്യ എന്നുള്ള രീതിയിൽ മാത്രം സെലക്ട് ചെയ്താലും ആൻസർ ശരിയാണ്. പക്ഷെ അതിന്റെ കൃത്യമായ ലോജിക്ക് വന്നിരിക്കുന്നത് 13 ഫാക്ടറായി വന്നിരിക്കുന്നത് വെച്ചിട്ടാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് 5x plus 15 is to 8x plus 16 equal to 2:3 ആയാൽ എക്സിന്റെ വില എന്ത്? അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിതിനെ x:y എന്ന് പറഞ്ഞാൽ അതിനെ x/5 ഫോമിൽ എഴുതാം. അതായത് 5x plus 15 divided by 8x plus 16 equal to 2/3 എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 5x plus 15 equal to 2 × 8x plus 16 എന്ന് കിട്ടും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 15x plus 45 equal to 16x plus 32 എന്ന് കിട്ടും. എക്സ് ഉള്ള ടേംസിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ 16x minus 15x എന്ന് പറയുമ്പോൾ x is equal to 45 minus 32 13. സോ എക്സിന്റെ വില എന്ന് പറയുന്നത് 13. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 10 പേനയുടെ വിറ്റുവിലയും 15 പേനയുടെ വാങ്ങിയ വിലയും തുല്യമായാൽ ലാഭശതമാനം എത്ര? സോ പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു കൺഫ്യൂഷൻ തോന്നാം. പക്ഷെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഒരു പേനയുടെ കോസ്റ്റ് പ്രൈസ് ആയിട്ട് 100 രൂപ അസ്യൂം ചെയ്താൽ 15 പേനയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1500 രൂപ വരും. അപ്പൊ ഇപ്പൊ 1500 രൂപ എന്ന് പറയുന്നത് എന്തിനു തുല്യമായിരിക്കും? 10 പേനയുടെ സെല്ലിംഗ് പ്രൈസിന് തുല്യമായിരിക്കും. കാരണം 10 പേരുടെ വിറ്റ് വില എന്ന് പറയുന്നത് 15 പേരുടെ വാങ്ങിയ വിലയ്ക്ക് തുല്യമാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1500 ഈസ് ഈക്വൽ ടു 10 പേനയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് എഴുതാം. അതായത് ഒരു പേനയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1500 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു 180 ആയിരിക്കും. സോ ഒരു പേനയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 180, ഒരു പേനയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 180 മൈനസ് 100 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. 100 ക്യാൻസൽ ആയിപ്പോയി. 180 മൈനസ് 100 50. സോ അതായത് ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ദിയയുടെ അച്ഛന്റെ ഏക മകളാണ് രാജുവിന്റെ ഭാര്യ. ദിയയുടെ ഫാദറിന്റെ ഏക മകളാണ്. അപ്പൊ ഏക മകൾ എന്ന് പറയുമ്പോൾ ആര് തന്നെ വരും? ദിയ തന്നെ വരും. ദിയയുടെ അച്ഛന്റെ ഏക മകൾ, അപ്പൊ ദിയ തന്നെ വരും. ആണ് രാജുവിന്റെ ഭാര്യ. അതായത് രാജുവും ദിയയും ഭാര്യയും ഭർത്താവുമാണ്. രാജുവിന്റെ മകനാണ് രാഹുൽ എന്ന് പറഞ്ഞാൽ ദിയയുടെയും രാജുവിന്റെയും കൂടെ മകനാണ് രാഹുൽ. അങ്ങനെയാണെങ്കിൽ ദിയയും രാഹുലും തമ്മിലുള്ള ബന്ധം എന്ത്? ദിയയുടെ മകനാണ് രാഹുൽ എന്ന് പറയുന്നത്. സോ അതായത് ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ. ഒരു ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം, അതായത് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ 120 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതിനെ 2 അർദ്ധഗോളങ്ങളാക്കി മാറ്റിയാൽ ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എത്ര? ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അതെത്രയാണ്? 120 ആണ്. അതായത് πr² എന്ന് പറയുന്നത് 120/4 30 എന്ന് കിട്ടും. അർദ്ധഗോളം, ഒരു ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 3πr² ആണ്. πr² വാല്യൂ 30 ആണെങ്കിൽ 3 × 30 ഈക്വൽ ടു 90. സോ ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 90. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. പേരും മേൽവിലാസവും നൽകിയിരിക്കുന്നത് തുല്യമായത് കണ്ടുപിടിക്കുക. ഫിർസാന മുഹമ്മദ്, സാനിയ മൻസിൽ, വാരണാസി 210 120.
സോ ഒന്നാമത്തെ നമ്മൾ നോക്കിയാൽ ഒന്നാമത്തേനകത്ത് മുഹമ്മദിനകത്ത് ഇവിടെ MU ആണ്, പക്ഷെ ഇവിടെ O ആണ്. സോ ഇത് പറ്റൂല. രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സാനിയ മൻസിൽ Z ആണ്, പക്ഷെ ഇവിടെ മൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന X ആണ്. അപ്പൊ അത് മാച്ചാവില്ല. നമ്മൾ മൂന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ നോക്കുമ്പോൾ ഇവിടെ മുഹമ്മദിന് E ആണ്, പക്ഷെ ഇവിടെ മുഹമ്മദിന് എന്താണ് A ആണ്. അപ്പൊ ഇത് പറ്റൂല. പക്ഷെ നാലാമത്തെ നോക്കിയാൽ ഒന്നാമത്തെ കോപ്പി പേസ്റ്റ് ആണ് നാലാമത്തെ. ഫിർസാന മുഹമ്മദ്, സാനിയ മൻസിൽ, വാരണാസി 210-120. എക്സാക്ട് അത് ഓരോ ലെറ്റർ ബൈ ലെറ്റർ നിങ്ങൾ നോക്കണം. ലെറ്റർ ബൈ ലെറ്റർ നോക്കുമ്പോൾ എക്സാക്ട് മാച്ച് വരുന്നത് ഓപ്ഷൻ D ആണ്. ഇൻറ്റു എന്നാൽ പ്ലസും മൈനസ് എന്നാൽ ഡിവിഷനും ആയാൽ 12 into 39 minus 3, അതായത് 12 ഇൻറ്റുവിന് പകരം എന്താണ് പ്ലസ് ആണ്. 12 into 39 മൈനസിന് പകരം ഡിവൈഡഡ് ബൈ 3 ആയാൽ 39 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 13, 12 പ്ലസ് 13 ഈക്വൽ ടു 25. ഓപ്ഷൻ C ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 16 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഹോൾ റേസ് ടു 4 ഡിവൈഡ് ബൈ 9 ക്യൂബ് ഇൻറ്റു 4 സ്ക്വയർ ഹോൾ റേസ് ടു 3. ഇനി ഇടുമ്പോൾ പെട്ടെന്നൊരു കൺഫ്യൂഷൻ തോന്നി എന്ത് ചെയ്യണമെന്ന്. പക്ഷേ ഈ പറയപ്പെടുന്ന 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ. അപ്പൊ അതിനെ നമുക്ക് 4 സ്ക്വയർ ഹോൾ റേസ് ടു 3 ഇൻറ്റു 3 സ്ക്വയർ ഹോൾ റേസ് ടു 4 ഡിവൈഡ് ബൈ 9 എന്നതിന് പറയുന്നതിന് 3 സ്ക്വയർ ഹോൾ റേസ് ടു 3, കാരണം 9 3 റേസ് ടു 2 ആണ്. അപ്പൊ എന്ത് 3 സ്ക്വയർ ഹോൾ റേസ് ടു 3 ഇൻറ്റു 4 സ്ക്വയർ ഹോൾ റേസ് ടു 3 എന്ന് എഴുതാം. സോ ഓപ്പൺ ചെയ്ത് എന്ത് കിട്ടും? ഓപ്പൺ ചെയ്താൽ ഇവിടെ നമ്മൾ നോക്കാം. ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടെ നോക്കാൻ മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്. സോ 4 റേസ് ടു 6 ദിസ് ഇസ് ഈക്വൽ ടു 4 റേസ് ടു 6 ഇൻറ്റു 3 റേസ് ടു 8 ഇൻറ്റു 3 റേസ് ടു 8 4 റേസ് ടു 6 ഇൻറ്റു 4 റേസ് ടു 6 ഇൻറ്റു 3 സോറി ദർ ഈസ് എ മിസ്റ്റേക്ക്. കാരണം 4 സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ്. സി പ്ലീസ് കറക്റ്റ് ഇറ്റ്. കാരണം 16ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 4 സ്ക്വയർ ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പം 4 റേസ് ടു 6ന്റെ പവർ എന്തും 2 ഇൻറ്റു 2 4 റേസ് ടു 4 ആണ് വരിക. ഓക്കെ 4 റേസ് ടു 4 ഇൻറ്റു 3 റേസ് ടു 8 ഡിവൈഡ് ബൈ 3 റേസ് ടു 2 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 3 റേസ് ടു 6 ഇൻറ്റു 4 റേസ് ടു 6 എന്ന് കിട്ടും. നമുക്കറിയാം എ റേസ് ടു എക്സ് ഹോൾ റേസ് ടു വൈ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എക്സ് വൈ ആണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എ റേസ് ടു വൈ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എക്സ് മൈനസ് വൈ. അപ്പൊ 3 റേസ് ടു 8 ഡിവൈഡഡ് ബൈ 3 റേസ് ടു 6 എന്ന് പറയുമ്പോൾ 3 റേസ് ടു 8 മൈനസ് 6, അതായത് 3 റേസ് ടു 2 എന്ന് കിട്ടും. 4 റേസ് ടു 4 ഡിവൈഡ് ബൈ 4 റേസ് ടു 6 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൽ 4 റേസ് ടു 6 മൈനസ് 4 കിട്ടും. അതായത് നമുക്കിവിടെ എന്ത് കിട്ടും? 4 സ്ക്വയർ കിട്ടും. കാരണം 4 റേസ് ടു 4 ഡിവൈഡ് ബൈ 4 റേസ് ടു 6 ഈക്വൽ ടു 1 ബൈ 4 റേസ് ടു 6 മൈനസ് 4 ഈക്വൽ ടു 1 ബൈ 4 സ്ക്വയർ എന്ന് കിട്ടും. സോ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9, 4 സ്ക്വയർ എന്ന് പറയുന്നത് 16, 9 ബൈ 16 ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. സോ എക്സ് മൈനസ് 1 ബൈ എക്സ് 2 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ ഉണ്ട്. ഇതൊരു ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. സോ ബേസിക്കലി എക്സ് എന്താ പറയുക, എക്സ് മൈനസ് 1 ബൈ എക്സിന്റെ വാല്യൂ തന്നാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1 ബൈ എക്സ് ക്യൂബ് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അത് ഈസി ആയിട്ട് ചെയ്യുക. അതായത് എക്സ് മൈനസ് 1 ബൈ എക്സിന്റെ വാല്യൂ 2 ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2 ആയിരിക്കും. എക്സ് ക്യൂബ് മൈനസ് 1 ബൈ എക്സ് ക്യൂബിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് എ ക്യൂബ് പ്ലസ് 3a ആയിരിക്കും. സോ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതുണ്ട്. ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂല് എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2 എന്ന് കിട്ടും. അതായത് എക്സ് മൈനസ് 1 ബൈ എക്സിന്റെ വാല്യൂ ആണ് എ. അപ്പൊ എ എന്താണ്? 2 ആണ്. 2 സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു 4. 4 പ്ലസ് 2 ഈക്വൽ ടു 6. അതായത് ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം അല്പം കൺഫ്യൂസീവ് ആണ്, ബട്ട് ഒരു റീസണബിൾ ആയിട്ടുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ ശ്രമിക്കാം. 8:2 ഈക്വൽ ടു 512 ക്വസ്റ്റ്യൻ മാർക്ക്. സോ 8:2 8 ബൈ 2. 8 എന്ന് പറയുന്നത് 2 ക്യൂബ് ഡിവൈഡ് ബൈ 2 ആണ്. ഇവിടെ 512 ഡിവൈഡ് ബൈ എക്സ്. ഈ 512 എന്ന് പറയുന്നത് 2 റേസ് ടു 9 ആണ്. അതായത് 2 റേസ് ടു 3 ബൈ ഇത് 2 റേസ് ടു 2, ഇവിടെ 2 റേസ് ടു 9. ഈ 2 റേസ് ടു 9 എന്ന് പറയുന്നത് 2 റേസ് ടു 3യുടെ ഹോൾ ക്യൂബ് ആണ്. 2 റേസ് ടു 3 ഹോൾ ക്യൂബ് ഈക്വൽ ടു 2 റേസ് ടു 9. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ 2 ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലും അതേ ക്യൂബ് എടുത്താൽ എന്ത് കിട്ടും? 2 ക്യൂബ് എന്ന് കിട്ടും. 2 ക്യൂബ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 8 കിട്ടും. ഓപ്ഷൻ ബി. ചെയ്ത് ഇങ്ങനെയാണ്. 8 എന്ന് പറയുന്നത് 2 ക്യൂബ്, 2 എന്ന് പറയുന്നത് 2 തന്നെ, 512 എന്ന് പറയുന്നത് 2 റേസ് ടു 9. അപ്പൊ 2 റേസ് ടു 3 2, ഇവിടെ 2 റേസ് ടു 9 ആണെങ്കിൽ 2 റേസ് ടു 3 2 റേസ് ടു 9 കിട്ടാൻ അതിന്റെ ക്യൂബ് എടുത്തു. അതുപോലെ ഇവിടെ ഡിനോമിനേറ്ററിന്റെയും ക്യൂബ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2 റേസ് ടു 8 കിട്ടും.
സോ അപ്പോൾ എന്ത് 2/3 കിട്ടും. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 8 എന്ന് വരും. അല്ലെങ്കിൽ 8 എന്ന് വരും. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.